എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിലെ നസീർ സാറിനെയും സത്യൻ മാഷിനെയും ഒഴിച്ച് ബാക്കി എല്ലാ സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകളെയും കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമം ചർച്ച ചെയ്തത്. പക്ഷെ അതിൽ യമുന എന്ന പേര് മാത്രം പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. ആ യമുന ഈ യമുന ആയതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് നേരിട്ട് തന്നെ പറയുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. ഒരു കാര്യം വാസ്തവമാണ്, യമുന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയുന്നത് വാസ്തവമാണ്. അത് ഈ ഓൺലൈൻ മാധ്യമം ഹണി ട്രാപ്പുകാരി എന്ന് പറയുന്ന അശ്വതി എന്ന കുട്ടിയോടൊപ്പം ആണ് താമസിച്ചു എന്നുള്ളതും വാസ്തവമാണ്. ഈ വാസ്തവങ്ങളിലെ വാസ്തവമായി തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഈ അശ്വതി എന്ന കുട്ടി ഇപ്പോ ഹണി ട്രാപ്പ് എന്നൊക്കെയുള്ള പേരിൽ ചില മാധ്യമങ്ങളിലൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ കുട്ടിയുടെ പേരോട് ചേർത്ത് യമുന എന്നുള്ള പേരോട് കേൾക്കുമ്പോൾ പിന്നെ കുറച്ച് ആളുകളിലെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു വിറ്റ് വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട എന്തായാലും ഒരു ആവശ്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ ഏത് സാഹചര്യത്തിലാണ് പരിചയപ്പെട്ടത്? ഈ കുട്ടിയെ സാഹചര്യം ഒന്നുമല്ല കേട്ടാ, സംഭവം എൻ്റെ ഒരു ആരാധികയാണ്. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ക്ലിയർ അല്ല, എന്നാൽ കൂടി ഒരു 2018 അവസാനമോ 2019 ആദ്യം എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഭാഗ്യജാതകം എന്ന സീരിയൽ മഴവിൽ മനോരമയിലും പിന്നെ നമ്മുടെ CTVയിൽ കബനിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും നിരന്തരം ഒരു നമ്പറിൽ നിന്ന് കൂടും. അപ്പോൾ എനിക്ക് അറിവുണ്ടാത്ത നമ്പർ ആയിട്ട് ആദ്യം ഞാൻ എടുത്തില്ല, കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനെ അനോണിമസ് കോൾസ് വരുന്നതുകൊണ്ട് അറിയാത്ത നമ്പേഴ്സ് അങ്ങനെ അധികം എടുക്കാറില്ല. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ടൊരു നമ്പറിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്തപ്പോൾ ഒരു പെൺശബ്ദമാണ്. അപ്പോൾ എനിക്കൊരു ഇതായി, ആരാ? അപ്പം ചേച്ചി യമുന ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ആരാ? ചേച്ചി ഞാൻ അശ്വതിയാണ്, ചേച്ചിയുടെ ഒരു ആരാധികയാണ് എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് ചേച്ചി അക്സെപ്റ്റ് ചെയ്തില്ല. ചേച്ചിക്ക് കുറേ മെസ്സേജസ് മെസ്സഞ്ചറിലൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടും ചേച്ചി അത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പൊതുവേ മെസ്സഞ്ചർ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ അത് പണ്ട് തൊട്ടേ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്, കാരണം മെസ്സഞ്ചർ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് പലരും മെസ്സഞ്ചറിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ നോക്കാറില്ല. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ്റ്റ് ഇടുന്നതാണ്. ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, മെസ്സഞ്ചറിൽ ഞാൻ ആക്റ്റീവ് അല്ല എന്ന് ഇടാറുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഫ്രണ്ട് റിക്വസ്റ്റ് തന്നെ എന്നെങ്കിലുമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ ഈ മക്കൾ തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അമ്മ അത് എൻ്റെ അറിയാലോ ചേട്ടൻ, എൻ്റെ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് പിള്ളേർ തന്നെയാണ്. അപ്പോൾ ഇവർ തന്നെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അറിയാവുന്നവരെയൊക്കെ കണ്ട ഇതാക്കുന്നതോ അങ്ങനെയാണ്. ഞാൻ കൂടുതൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഈ അശ്വതി വിളിച്ചപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു, സോറി അശ്വതി, ഞാനിങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫേസ്ബുക്കൊക്കെ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് ജോലിന്ന് എന്തോ ഒരു സർക്കാർ ജോലിയാ കുട്ടി പറഞ്ഞു എൻ്റെ അടുത്ത്. സർക്കാർ ജോലി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് താമസം. നോർമലി നമ്മളോട് വിളിക്കുന്നവരോട് ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ ചോദിച്ചു എവിടെയാ താമസം, ഫാമിലി ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊല്ലംകാരിയാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ എനിക്കൊരു നമ്മുടെ നാട്ടുകാരിയാണല്ലോ, അതെ. അപ്പൊ പറഞ്ഞു ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോളുണ്ട്, 3-ലോ 4-ലോ കണ്ട് പഠിക്കുന്നെന്ന് പറഞ്ഞു, മോളുണ്ട്. ഈ കുട്ടി ശ്രീകാര്യത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, ശനി ഞായറും ഒന്ന് വീട്ടിൽ പോവും. അങ്ങനെ എൻ്റെ അടുത്ത് ഫോണിലൂടെ ഡീറ്റെയിൽ പറയാണ്. അപ്പൊ നോർമലി നമ്മളെ സാധാരണ എല്ലാവരും വിളിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു എന്നല്ലാതെ എനിക്ക് വേറൊന്നും, ഒരു സർക്കാർ ജോലിയുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെ ഞാനപ്പോൾ അതിനെ കാണുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചിയുടെ കൂടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം, എനിക്ക് ചേച്ചി ഒരു ദിവസം ഒന്ന് നേരിട്ട് കാണണം, എനിക്കൊരു ഫോട്ടോ എടുക്കണം, ചേച്ചി ചന്ദനമഴ കാണുമ്പോൾ തൊട്ടുള്ള ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്തു എൻ്റെ അടുത്ത്. അപ്പം ഈ ചന്ദനമഴ എന്ന് പറയുന്നതിലെ മധുമതി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് അന്ന് ആളുകളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു കഥാപാത്രമാണ്. കാരണം അത്രയും പാവം ഒരു അമ്മയാണത്, മധുമതി അമ്മ. ഇപ്പോഴും ചേട്ടൻ അറിയാലോ, കുറെ പേര് കാണുമ്പോൾ മധുമതി അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ യമുനയല്ല,
ഈ കഥാപാത്രങ്ങളെയാണ് അവർ സ്നേഹിക്കുന്നത്. എനിക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എവിടെയായി നിന്നാൽ ചിലപ്പോൾ അവർ സ്നേഹിക്കും, അവർക്ക് ഇത്രയും സ്നേഹമൊന്നും തോന്നില്ലല്ലോ. ഈ കഥാപാത്രങ്ങൾ അവരുടെ മനസ്സിലേക്ക് അത്രയും കയറുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു സ്നേഹവും. അതെ, ലിസി ഒരു ക്രൂരയായിരുന്നപ്പോഴാണ് ലിസിക്ക് അടിയേരാനും വന്നത്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കാലുവെച്ച് ചവിട്ടി എറിയുന്ന ഒരു സീൻ അതിലുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ പറഞ്ഞ ഞാനും ഡാഡിയും മമ്മിയും ഞങ്ങൾ എല്ലാവരും ഒരു കന്യാകുമാരി ട്രിപ്പിന് പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീ വന്നതിനെ അടിക്കാൻ കൈയോങ്ങിയതാ ആ ലിസി എന്ന കഥാപാത്രത്തെ. അപ്പൊ യമുനയല്ല അന്നും അവർ അടിക്കാൻ കൈയോങ്ങിയത് ലിസിയാണ്. അപ്പൊ എന്ന് പറയുന്ന നമുക്ക് ഈ അശ്വതി വിളിച്ചപ്പോഴും ആ ഒരു ഇതില് ഞാൻ ആ ഒരു സെൻസിലേ എടുത്തോളൂ. പിന്നെ നിരന്തരം ഈ കുട്ടി എന്നെ വിളിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ കാണണം എന്നുള്ള ആവശ്യമാണ്. എന്നെ ഒന്ന് നേരിട്ട് കാണണം. ആ കുട്ടിക്ക് നിരന്തരം എന്നെ വിളിക്കും. ആ ചേച്ചിയോട് ഒന്ന് സംസാരിക്കണം, ഒരു ഫോട്ടോ എടുക്കണം, അത്രയൊക്കെ ഉള്ളൂ. ആ അപ്പൊ ഈ ശരിക്കും പറഞ്ഞു വെച്ചിട്ട് ഇതിനു മുന്നേ ഈ ചന്ദനമഴ ഒക്കെ നടക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറേ പെൺകുട്ടികൾ ഇതുപോലെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് അവസാനം ഞാൻ ശരി വന്ന് കണ്ടോ എന്ന് പറഞ്ഞ് വന്ന് കാണുകയും അതിലൊരു കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് പറഞ്ഞ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാന്ന് ആലോചിക്കണം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് മധുമതി അമ്മയെ പോലും ഒരു അമ്മയെ എനിക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടാൻ വേണ്ടി നേർച്ചയിടാനാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ വരെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാന്ന് പറയുമ്പോഴേ ഒരു കഥാപാത്രത്തിന് മനസ്സിലേക്കിട്ട് അതില് വർഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ അന്ന് അങ്ങനെ ആഗ്രഹിച്ച കുട്ടിക്ക് മധുമതി അമ്മയെ പോലൊരു നല്ല അമ്മായിയമ്മ കിട്ടി എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെ ആശംസിക്കുന്നു. കിട്ടിയെങ്കിൽ ഞങ്ങളോട് പറയണം, കിട്ടിയില്ലെങ്കിലും പറയണം. അപ്പം ആ രീതിയിൽ തന്നെ ഇതിനെയും അങ്ങനെ കണ്ടോളൂ. അപ്പൊ ഈ കുട്ടി മിക്ക ദിവസങ്ങളിൽ തന്നെ വിളിക്കും, ചേച്ചി എന്ത് ചെയ്യുന്നു, അല്ല ഈ അശ്വതി എന്ന് പറഞ്ഞ കുട്ടി. മറ്റേ കുട്ടി ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പൊ പിന്നെ ഇല്ല. അന്ന് ആ സമയത്തുണ്ടായ ഒരു ക്രഷ് ആ കുട്ടിക്ക് മധുമതിയോട് തോന്നിയൊരു. അപ്പൊ ഈ അശ്വതി ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും, വിശേഷങ്ങൾ ചോദിക്കും. എന്റെ ഫേസ്ബുക്കിൽ ഏത് ഫോട്ടോ ഇട്ടാലും അതിന് കമന്റ് ചെയ്യും. അങ്ങനെ അപ്പൊ ഈ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് ഞാൻ ഈ കമന്റ്സ് ശ്രദ്ധിക്കും. യെസ്. അപ്പം നമ്മളിങ്ങനെ വിളിച്ച് സംസാരിച്ച് ഇത്ര ഇതായിട്ടൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിലല്ലേ ഒരാളെ കാണുന്നത്, കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓഫ്. അപ്പൊ ഈ കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ വിളിക്കുമ്പോഴൊക്കെ മിക്കവാറും ഞാൻ ഷൂട്ടിലായിരിക്കും, എപ്പോഴും ഷൂട്ടിലായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഷൂട്ടിലാണ് അശ്വതി, ഫ്രീ ആകുമ്പോൾ ഞാൻ പറയാം, അപ്പൊ വന്ന നേരിട്ട് കാണാം. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കുട്ടി എന്നെ ഇങ്ങനെ അങ്ങനെ പല ആവർത്തി എന്നെ ഇങ്ങനെ നിരന്തരം വിളിക്കുകയാണ്, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നി. ഇത്രയും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ എന്നെ. അപ്പം ഞാൻ ഇനി ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതല്ല, ഞാൻ തിരക്കിലൊക്കെ പെടും. ഞാനങ്ങനെ പൊതുവെ ആരെയും അവോയ്ഡ് ചെയ്യാറില്ല, ചേട്ടൻ അറിയാമല്ലോ അത്. അപ്പം എന്തായാലും എന്നെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അശ്വതി ഞാൻ വീട്ടിലുണ്ട്, ഇന്നെനിക്ക് ഷൂട്ടില്ല, ഞാൻ ഫ്രീ ആണ്, അശ്വതി എപ്പോഴാന്ന് വെച്ചാൽ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ചേച്ചി ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഓഫീസ് വിട്ട് കഴിഞ്ഞിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വൈകുന്നേരം ഒരു 5:30 അങ്ങനത്തെ ടൈമിലാണ് വീട്ടിലേക്ക് വരിക. എൻ്റെ വീട്ടിലേക്ക് വന്നു, കണ്ടു. നല്ലൊരു കുട്ടി, നമ്മൾ കാണുമ്പോൾ ഒരു വളരെ നല്ലൊരു കുട്ടി. സംസാരിച്ചു, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ചായ ഇട്ട് കൊടുത്തു. അപ്പൊ വീട്ടിൽ മക്കളുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു സെർവൻ്റ്, ഒരു അമ്മ ഉണ്ടായിരുന്നു. എനിക്കിത് ഹണി ഉണ്ടോ എന്തുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ കേട്ടാ. നമുക്കിത് ആരാന്ന് അറിയില്ലല്ലോ. നമ്മളെ എത്രയോ പേരെ നമ്മൾ കാണുന്ന ആ കൂട്ടത്തിൽ ഒരാളായിട്ട് മാത്രമല്ലേ നമുക്കറിയൂ. നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ നല്ലൊരു കുടുംബിനി, അതെ ഒരു കുടുംബിനി, ഒരു ഫാമിലി ഉള്ള ഒരു പെണ്ണ്, ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകളുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ആംഗിളിലല്ലേ ആ കുട്ടിയെ കാണുന്നത്. അങ്ങനെ വന്നു, ചായ കുടിച്ചു, എൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോസ് എടുത്തു, കുറെ നേരം സംസാരിച്ചു, കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെ എനിക്ക് പേര് ആരാന്ന് ഓർമ്മ കിട്ടുന്നില്ല, കൂടെ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്തോ മേടിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം. അപ്പം ഞാൻ ചോദിച്ചു, ഹോസ്റ്റൽ എവിടെയാ? ശ്രീകാര്യത്തിൽ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, വെള്ളിയാഴ്ച വൈകിട്ടങ്ങ് കൊല്ലത്ത് വീട്ടിൽ പോകും, എന്നിട്ട് തിങ്കളാഴ്ച നേരെ ഓഫീസിലേക്ക് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 6-6:30 മണി. ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ പോണില്ലേ, ഇനി ഹോസ്റ്റലിലേക്ക് പോകുമല്ലേ എന്ന് ചോദിച്ചു. ഇനി പോകുന്ന വഴിക്ക് ഫുഡും എല്ലാം വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹോസ്റ്റലിൽ ഫുഡില്ലേ? ഉണ്ട് ചേച്ചി, പക്ഷെ ആഹാരം കൊള്ളില്ല. എൻ്റെ അടുത്ത് പറയണം, ആഹാരം കൊള്ളില്ല മിക്ക ദിവസം, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും മേടിച്ച് അങ്ങ് കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പാവം തോന്നി, സത്യം പറഞ്ഞാൽ. ചേട്ടൻ എൻ്റെ സ്വഭാവം അറിയാലോ, ഈ പാവം കാരണം ഒരുപാട് പണം കിട്ടുന്ന ഒരാളാണ് ഞാൻ. അപ്പം
അങ്ങനെ എനിക്കൊരു ഭാവം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ ആണെങ്കിൽ ചോറുണ്ട്, അന്ന് ഞാൻ ഷൂട്ടില്ലാതെ നിൽക്കുന്ന ദിവസമായിട്ട് ചോറും കറിയൊക്കെ വെക്കുമല്ലോ, സാമ്പാറും ചേട്ടൻ അറിയാലോ, അവിയലും തോരനും. പായസം ഒന്നും വെച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ചോറുണ്ട്, ചോറ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഇനി ചിലർ രാത്രി ചോറ് കഴിക്കത്തില്ലല്ലോ, ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അതെ, ആശു ചോറ് കഴിക്കില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടി എടുത്തിട്ട് അങ്ങനെ ചോദിച്ചു ചോറ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചോറ് കഴിക്കുമെങ്കിൽ കഴിച്ചിട്ട് പോന്ന് പറഞ്ഞു. എന്നാ ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. ഈ കുട്ടി ഉടനെ അങ്ങനെ തന്നെ പറഞ്ഞു. അല്ലാതെ വേണ്ട ചേച്ചി എന്നൊന്നും അത് പറഞ്ഞില്ല, കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് ഒരു നേരം ആർക്കും ആഹാരം കൊടുക്കുക നമുക്കൊണ്ട് ഏറ്റവും ഒരു പുണ്യമല്ലേ കേട്ടോ. ഒരു നേരം ആഹാരം നമ്മൾ കൊടുക്കുന്ന ഇതിൽ കവിഞ്ഞുള്ള പുണ്യം വേറെ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. നമ്മുടെ അമ്മച്ചി തന്നെ എല്ലാവരും വിളമ്പിയൊക്കെ വെച്ചു. അങ്ങനെ ആ കുട്ടി കഴിച്ചു, ആ കുട്ടി പോയി, ഹാപ്പി ആയിട്ട് പോയി. ഇതാണ് അശ്വതിയായിട്ടുള്ള ഞാൻ ഫസ്റ്റ് ടൈം അശ്വതിയെ കാണുന്നതും ഈ അശ്വതിയെ കുറിച്ച് ഞാൻ അറിയുന്നതും. ഈ ഒരു പിക്ചറാണ് എനിക്ക് അശ്വതിയെ കുറിച്ചുള്ളത്. അപ്പോ ആദ്യത്തെ വരവിൽ തന്നെ വലിയ ഇന്റിമേറ്റ് പോലെ ചായ കുടി, ഭക്ഷണം കഴിക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്റിമേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഉറപ്പായിട്ടും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിങ്ങനെ നന്നായിട്ടുണ്ട് ചേച്ചി, കൊള്ളാലോ ചേച്ചി എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു മോളെ ബർത്ത്ഡേയുടെ ഒക്കെ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ബർത്ത്ഡേക്ക് വിളിച്ചില്ലല്ലോ, എനിക്ക് കേക്ക് വെച്ചില്ലല്ലോ, എനിക്ക് പായസം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി ഒരു കുട്ടിത്വമുള്ളൊരു ഒരമ്മയാന്ന് തോന്നി. മനസ്സിലായില്ലേ, കുട്ടിയുള്ള കുട്ടി. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഇടയ്ക്ക് വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 2019 ഏപ്രിൽ 13, അതെ കറക്റ്റ്, ഏപ്രിൽ 13 എനിക്കൊരു പ്രോഗ്രാം ക്ലൈമാക്സ് മീഡിയയുടെ റോയ് മാത്യു ചെയ്യുന്ന ഫാഷൻ ഷോ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട്. ഇവരീ പറയുന്ന മഞ്ഞനക്ഷത്രം പക്ഷെ ലീ മെറീഡിന. അപ്പൊ ഈ പ്രോഗ്രാം വന്നിട്ട് ക്രൗൺ പ്ലാസയിൽ ആണ് ഏപ്രിൽ 13. അപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചു. ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവർ ആ പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ ചെയ്ത് എനിക്ക് അയച്ചു തന്നു, ഈ റോയ് മാത്യു. എന്നിട്ട് പറഞ്ഞു യമുന ഇത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു, അവർക്ക് പ്രോഗ്രാമിൻ്റെ പ്രൊമോഷന് വേണ്ടി. അപ്പോൾ സെലിബ്രിറ്റി ഫാഷൻ സെക്ഷനിലേക്കാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സെക്ഷനിൽ ചെയ്യാൻ. എനിക്ക് സ്വാസിക ഉണ്ടായിരുന്നു, മാനവി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്, പ്രിയങ്ക ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൈശാലിയിലെ ഹീറോ സഞ്ജയ് മിത്ര, വലിയ ഷോ ആയിരുന്നു. യെസ്, സഞ്ജയ് മിത്ര. അത് സെലിബ്രിറ്റി സെക്ഷൻ. പിന്നെ പുറത്തുനിന്ന് വന്ന മോഡൽസ് വേറെ, അങ്ങനെ വലിയ ഷോ ആയിരുന്നു അവർ കണ്ടക്ട് ചെയ്തത്. അപ്പം അങ്ങനെ അത് ഇവരെനിക്ക് പോസ്റ്റർ അയച്ചു തന്നു. എൻ്റെ പിക്കൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഫേസ്ബുക്കിലും എല്ലാത്തിലും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഫോട്ടോയും എല്ലാം വെച്ചിട്ട് ഇവർ ക്ലൈമാക്സ് മീഡിയയുടെ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പോസ്റ്റർ ഇട്ട് തന്നു. എന്നിട്ട് ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞു, അവരുടെ പ്രോഗ്രാമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ പോസ്റ്റർ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്തെങ്ങാണ്ട് എന്നെ ഈ അശ്വതി വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, റോയ് സാറിൻ്റെ ഷോയ്ക്ക് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടാണ് ചേച്ചി റോയ് സാറ്, എന്നെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിരുന്നു, റോയ് സാർ പറഞ്ഞിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് ശരി റോയ് മാത്യു ഫ്രണ്ടാണല്ലേ? അപ്പം ഫ്രണ്ടാണ്, എനിക്കറിയാം റോയ് സാറിനെ, ഞാൻ എറണാകുളത്തൊക്കെ പോകുമ്പോൾ സാറിനെ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. റോയ് ചേട്ടനെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു, കാണാറുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തലേന്ന് റിഹേഴ്സലുണ്ട് എന്ന് വെച്ചാൽ ഏപ്രിൽ 13 ഷോ, ഏപ്രിൽ 12 എനിക്ക് റിഹേഴ്സലുണ്ട് ലീ മെറീഡിയനിൽ വെച്ചിട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ മിക്കവാറും ഏപ്രിൽ 12 രാവിലെ ഇവിടുന്ന് പോകും, കാരണം ഉച്ച കഴിഞ്ഞാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കും പോകണമെന്നുണ്ട് ചേച്ചി, എങ്ങനെ പോകുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി എങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാറിലായിരിക്കും പോകുന്നത്, ഞാൻ മിക്കവാറും എല്ലായിടവും കാറിൽ തന്നെ, അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഞാൻ സ്വന്തമായി സാധാരണ ഷൂട്ടിന് പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോഴോ അസിസ്റ്റൻസിനെ കൊണ്ടുപോകുന്ന ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രം വിട്ട് ഷൂട്ടിന് പോകണമെങ്കിൽ എനിക്ക് അസിസ്റ്റൻസ് ഉണ്ട്, അസിസ്റ്റൻസിനെ വെച്ചിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം അസിസ്റ്റൻസിന് എന്തെങ്കിലും കാരണം കൂടെ എനിക്ക് കിട്ടാതെ പെട്ടെന്നൊരു ചിലപ്പോൾ നമ്മളൊക്കെ പെട്ടെന്നൊക്കെ ചില പ്രോഗ്രാംസ് ഒക്കെ വിളിക്കാറുണ്ടല്ലോ, ആരെങ്കിലും എന്ന് വെച്ചാൽ ചില ആർട്ടിസ്റ്റുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് അവരെ കിട്ടാതെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ വിളിക്കും. അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് അസിസ്റ്റൻസിനെ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ കൂടെയൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ രജനിയെ കൊണ്ടുപോകും, എൻ്റെ ഫ്രണ്ട് രജനിയെ കൊണ്ടുപോകും എൻ്റെ ഫ്രണ്ട്.
അപ്പോൾ ഒറ്റയ്ക്ക് പോകാറില്ല. എറണാകുളം ട്രിവാൻഡ്രം വിട്ട് വേറെ അങ്ങോട്ട് പോയാലും ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല. അപ്പം ഈ കുട്ടി എങ്ങനെ പോണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ പോകുന്നത്, അസിസ്റ്റൻസിനെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം അശ്വതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാൻ ചേച്ചിയിലൂടെ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ചേച്ചിയിലൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു പെൺകുട്ടിയല്ലേ, നമ്മൾ വേറൊന്നും കൂടെ ചിന്തിക്കുന്നില്ലല്ലോ കേട്ടോ, എന്തായാലും ഞാനൊരു അസിസ്റ്റന്റിനെ കൊണ്ടുപോകണം എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഇത് വരുന്നേ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞു. നോക്കട്ടെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഫോണിൽ വിളിച്ചാലും ചോദിക്കുന്ന പറയാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഞാൻ റോയ് മാത്യുവിനെ വിളിച്ചു. ഞാൻ റോയ് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, റോയ് സാറിൻ്റെ ഒരു ഫ്രണ്ട് അശ്വതി എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കറിയാം അശ്വതിയെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ അശ്വതിയെ എനിക്കറിയാം, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു യമുന ചേച്ചിയിലൂടെ ഞാനൂടെ വരട്ടെ, റോയ് സാറ് എന്നെയും ഷോയ്ക്ക് കാണാൻ വേണ്ടി വരാൻ ഇൻവൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റോയ് സാറ് പറഞ്ഞു എനിക്കറിയാം, ഞാൻ അശ്വതി അടുത്ത് പറഞ്ഞിരുന്നു, യമുനയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അശ്വതി കൂടെ വരുന്നതിൽ വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തായാലും ഞാനൊരു അസിസ്റ്റന്റിനെ കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയല്ലേ അശ്വതി, വേറൊരു അസിസ്റ്റന്റ് വേണ്ട, എനിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കൊണ്ടുവരാം. അപ്പം പുള്ളി തന്നെ പറഞ്ഞു യമുനയുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ, കാരണം വേറൊരു റൂം എടുത്തു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ബഡ്ജറ്റ് കൂടും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ, ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കുന്നതാണല്ലോ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു വിഭാഗം. അപ്പം ദേവേട്ടനും ഒരു പ്രൊഡ്യൂസറൊക്കെ ആണ് കേട്ടോ, പുള്ളിയൊരു പ്രൊഡ്യൂസറാണ്, കണ്ടുപിടിക്കുമല്ലോ നിങ്ങൾ. അപ്പം എന്ന രീതിയിൽ സ്വയമായിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ എന്തായാലും ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തായാലും ഞാൻ അക്കോമഡേഷൻ കൊടുക്കണം, അപ്പോൾ അത് കുഴപ്പമില്ല, അശ്വതി വരട്ടെ, അശ്വതിയുടെ എൻ്റെ കൂടെ അശ്വതി റൂം ഷെയർ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനതിനെ എൻ്റെ ഒരു പോസിറ്റീവായി മാത്രമേ കണ്ടുള്ളൂ, അതിൻ്റെ അകത്ത് വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കൊച്ചിയിലേക്ക് പോകണം, അതുപോലെ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്ന റോയ് മാത്യു കൂടെ താമസിച്ചു. യെസ്, സ്പോൺസർക്കും അറിയാവുന്ന ഒരു വ്യക്തി, മനസ്സിലായില്ലേ? അത്രയാണ് ഇവിടെ സംഭവിച്ചത്. ഇവർ ഈ പറയുന്ന എനിക്ക് ഒരു പെരുമാറ്റവും ഈ കഴിഞ്ഞ ആഴ്ച നമ്മളിത് അറിയുന്നത് വരെ എനിക്ക് അറിയില്ലല്ലോ കേട്ടാ. കഴിഞ്ഞ ശരിക്കും പറഞ്ഞ അപ്പൊ ഈ വിഷയം പറഞ്ഞു തീർത്തിട്ട് നമുക്കത് പറഞ്ഞാൽ പോലെ ഇതെന്താണ് ഇവർ ഉന്നയിച്ച ഒരു യമുന ഉത്തരം പറയണം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പറയണ്ടേ. ഏപ്രിൽ 12-ാം തീയതി റിഹേഴ്സലാണ്. ഏപ്രിൽ 12-ാം തീയതി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി എന്ന് വെച്ചാൽ അശ്വതി വീട്ടിൽ 2 വീലറിൽ വന്നു, എൻ്റെ വീട്ടിൽ 2 വീലർ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് കാറിൽ പോവാണ്. അപ്പോൾ ഈ കുട്ടി എത്തിയപ്പോൾ ലേറ്റായി. എനിക്ക് അവിടെ ഉച്ചയ്ക്ക് റിഹേഴ്സലിന് എത്തേണ്ടതാണ്. എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 9-10 മണിയും കണ്ടായെന്ന് തോന്നുന്നു. ഞാൻ അപ്പം വന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു 3-4 മണിയായപ്പം ലീ മെറിഡിയനിലെത്തി. ആഫ്റ്റർനൂൺ എത്തി നേരെ റൂമിൽ പോയി ഫ്രഷായി റിഹേഴ്സലിന് കയറുമായിരുന്നു. റിഹേഴ്സൽ അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. താഴെ റിഹേഴ്സലിന് പോയി, ഞാൻ റിഹേഴ്സലിന് പോയി. അശ്വതി പിന്നെ അവിടെ നിറയെ ആർട്ടിസ്റ്റുകളല്ലേ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ കുട്ടി ഫോട്ടോ എടുക്കാനും പിന്നെ എല്ലാവരും പരിചയമുണ്ട് ഈ കുട്ടിക്ക്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാ ആർട്ടിസ്റ്റുകളായിട്ട് ഈ കുട്ടി ഭയങ്കര മിംഗ്ലിംഗ് ആണ്, എല്ലാവരെയും പരിചയമുണ്ട്. എനിക്കാണ് പൊതുവെ ആരെയും അറിഞ്ഞൂടാത്തതെന്ന് എനിക്ക് തോന്നി. ഈ കുട്ടി അവർക്കിടയിലേക്ക് പോയി ഫോട്ടോ എടുക്കുകയും ആ ഒരു ഇത് നമുക്കിവിടെ നമ്മൾ വന്ന ജോലിക്കല്ലേ. അല്ല, ഈ ഇതേക്കുറിച്ച് കഥ പറഞ്ഞ മാധ്യമം അതിനാണല്ലോ പറഞ്ഞു, ആർട്ടിസ്റ്റുകളായിട്ട് ഞങ്ങാത്ത സ്ഥാപിച്ച് അവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഈ കുട്ടിയുടെ ഒരു വിനോദം. അതെ. അപ്പം ഞാൻ റിഹേഴ്സലിന്റെ സെക്ഷനിലേക്ക് റിഹേഴ്സലുമായിട്ട് പോയി. ഈ കുട്ടി മറ്റേ ആർട്ടിസ്റ്റുകളായിട്ട് ഫോട്ടോ എടുക്കുകയും ആ ഒരു ഇതിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഫുഡൊക്കെ താഴെ തന്നെ നമുക്കെല്ലാം ഫുഡ് വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെയാണ് താമസിച്ചത്. യമുന മാത്രമല്ല അന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചത്. എല്ലാ ആർട്ടിസ്റ്റും അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുകളും ലീ മെറിഡിയനിലുണ്ട്. ഏപ്രിൽ 12-ാം തീയതി 2019 ഏപ്രിൽ 12-ന് ലീ മെറിഡിയനിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. യമുന മാത്രമല്ല. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. പറയൂ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അതെ, യമുന ഒറ്റയ്ക്കല്ല താമസിച്ചത്. ഒരു ഹണിയും കൊണ്ടുപോയില്ല. ഞാൻ എന്റെ ജോലി, എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഞാൻ എന്റെ ജോലി ചെയ്യും. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തുന്ന ഒരാളെ എനിക്ക് എത്രയും പെട്ടെന്ന് വീടെത്താൻ പറ്റുക, അങ്ങനെ ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്നെ അറിയാവുന്ന ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. റിഹേഴ്സൽ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി. പിറ്റേന്ന് നമ്മൾ ഉച്ചയോടുകൂടി ക്രൗൺ പ്ലാസിലേക്ക് പോകണം റെഡിയായിട്ട്. ബാക്കി മേക്കപ്പും സംഭവം വൈകുന്നേരം 5:30-ക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർ തന്നെ വണ്ടിയിൽ നമ്മളെ ക്രൗണിലേക്ക് കൊണ്ടുപോകണം, നമ്മൾ ആർട്ടിസ്റ്റുകളെയൊക്കെ. നടന്നു പോകാനേ ഉള്ളൂ, പക്ഷെ അന്ന് ആ പാലം പണിയൊക്കെ കിടക്കുക. അപ്പോൾ വണ്ടിയിലാണ് നമ്മളെ പോയത്. അങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഫ്രഷായി നമ്മൾ ക്രൗണിലേക്ക് പോയി.
ഞാൻ അവിടെ മേക്കപ്പ് സെക്ഷനിലേക്ക് പോയി. ഈ കുട്ടി പറഞ്ഞ കണക്ക് കുട്ടി ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് ഫോട്ടോ എടുക്കുകയും, അപ്പം അന്ന് പിന്നെ ഒരുപാട് മോഡൽസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ആർട്ടിസ്റ്റുകൾ മാത്രം. രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ആങ്കർ, രഞ്ജിനി ആയിരുന്നു ആങ്കറും ഒക്കെ. അപ്പം സ്വാസികയും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും മേക്കപ്പും കാര്യങ്ങളുമായിട്ട് നീങ്ങി. പക്ഷെ ഷോ തുടങ്ങിയപ്പോഴത്തേക്ക് 7 മണിയൊക്കെ കഴിഞ്ഞു, ലേറ്റായി. 5:30-6 മണിക്കകത്ത് തുടങ്ങാനിരുന്ന ഷോ തുടങ്ങിയപ്പോൾ 7:30, എനിക്കൊന്ന് 7 മണി 7:30 ആയി. അപ്പോൾ ഇടവേള ബാബുച്ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഷോയിൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ നമ്മുടെ ഷോയുടെ ഭാഗമായിട്ട് നിന്നു. ഷോ കഴിഞ്ഞപ്പോൾ 12 മണി കഴിഞ്ഞു, ഏകദേശം 12-1 മണിക്കകത്തായി. ഇത് കഴിഞ്ഞപ്പോൾ ഫുൾ കഴിഞ്ഞു. 1 മണിക്ക് ഷോയോ? അത് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ 11-12 മണി. കുറെ ലാസ്റ്റത്തെ സെക്ഷനൊക്കെ ഞങ്ങൾ ഇറങ്ങിയ ലാസ്റ്റ് ഒന്നുകൂടെ സെലിബ്രിറ്റീസ് ഒക്കെ ലാസ്റ്റ് വൈൻഡപ്പ് സമയത്തും കയറണമെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും. അവിടെയാണ് പിന്നെ അത് ഷോ നിർത്തിയത്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ കുറവായിരുന്നു. പക്ഷെ ക്യാമറ സെക്ഷനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, മനസ്സിലായില്ലേ, ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ എനിക്ക് 1 മണിയായോ 12 മണി കഴിയോ, എന്തായാലും ലേറ്റ് നൈറ്റ് ആയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഞങ്ങളൊക്കെ നല്ല വിശപ്പായിട്ട് ഭ്രാന്തെടുത്തിരിക്കുക നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ. എന്നുവെച്ചാൽ ഞങ്ങൾ ഫുഡും ഒന്നും കിട്ടിയില്ല. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇട്ടിട്ടിരിക്കുമ്പോൾ കഴിക്കാനും പറ്റില്ല. ഇവർ വേറെ സ്ഥലത്താണ് ഫുഡ് അറേഞ്ച് ചെയ്തത്, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഷോ കഴിഞ്ഞു, നമ്മൾ ഫുഡിന് വന്നപ്പം ഫുഡ് തീർന്നു. അപ്പോൾ ഒന്നുകൂടെ പ്രാന്തായി, സീരിയസ്ലി പ്രാന്തായി. ഞാൻ, പ്രിയങ്ക, സ്വാസിക, മാനവി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ഫുഡിൽ വിഷന്ന് നിൽക്കുകയല്ലേ ഇത്രയും സമയം. പിന്നെ അവസാനം റോയ് സാറിനോട് പറഞ്ഞു പുറത്ത് പോയി ഫുഡ് മേടിക്കാന്ന് വെച്ചാൽ രാത്രി ഈ ആ സമയത്ത് ഒരു ഹോട്ടലും ഇല്ല. പിന്നെ ഇവർ ക്രൗൺ പ്ലാസയിൽ, അത് ഇവർക്കൊക്കെ അന്വേഷിച്ച് അറിയാമല്ലോ, ക്രൗൺ പ്ലാസയിൽ അവർ പ്രത്യേകം പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി അവിടെ കൊണ്ട് തന്ന് നമ്മൾ കഴിച്ചു. അപ്പോൾ ഈ കഴിച്ച് ക്രൗൺ പ്ലാസയിൽ നിന്ന് ലീ മെറിഡിയൻ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു 1:30-2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ അശ്വതിയെടുത്ത് പറഞ്ഞു, അശ്വതി ഞാൻ എറണാകുളത്ത് പോയാൽ എപ്പോൾ ഷൂട്ടിന് പോയാലോ അല്ലെങ്കിൽ ചേട്ടൻ അറിയാമല്ലോ പോയാലും ഗുരുവായൂർ പോയി തൊഴുതിട്ടേ തിരിച്ചു വരാറുള്ളൂ. അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്. അപ്പം അന്ന് അശ്വതിയെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാവിലെ നേരെ ഗുരുവായൂർ പോയി തൊഴുതിട്ട് തിരിച്ച് ഇനി പോരാ ട്രിവാൻഡ്രത്തേക്ക് എന്നേ പറഞ്ഞായിരുന്നു. അങ്ങനെ അശ്വതി തന്നെ. അപ്പം ഞാൻ പറഞ്ഞു 1:30-2 മണിയും കണ്ടേ. ഞാൻ പറഞ്ഞു ഇനി ഉറങ്ങിയിട്ട് കാര്യമില്ല, ഫ്രഷായി റെഡിയായി കുളിച്ച് നമുക്ക് നേരെ അങ്ങ് വിടാം, ഗുരുവായൂർ പോയി തൊഴുതിട്ട് തിരിച്ചു. അപ്പം എനിക്ക് ട്രാഫിക്കിന് മുന്നേ നമുക്ക് കുറേ ട്രിവാൻഡ്രം എത്താമല്ലോ വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് വെളുപ്പിനെ തന്നെ ഞാനെല്ലാം പാക്ക് ചെയ്തു, കുളിച്ച്. ഞാൻ പിന്നെ കിടന്നില്ല, കുളിച്ച് ഇതായി ഞാൻ റെഡിയായി. പക്ഷെ റെഡിയായി നേരെ ഗുരുവായൂർ പോയി, ഗുരുവായൂർ തൊഴുതു, തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു. പക്ഷേ ഈ നമ്മളെ ഓൺലൈൻ കഥയിൽ എങ്ങനെയല്ലോ പറഞ്ഞേ 3 രാത്രി എന്തിനാ? അതെ 3 രാത്രി എങ്ങനെ കടന്നു എനിക്കറിയില്ല. 3 രാത്രി എവിടെ കടന്നു എന്നുള്ളത് എനിക്കറിയില്ല. 12-13 ആണ്. എന്നുവെച്ചാൽ 12-13 എന്ന് പറയുമ്പോൾ 13 നമ്മൾ കിടന്നില്ല, ക്രൗഡിലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി, നമ്മൾ റെഡിയായി, വെളുപ്പിനെ തന്നെ ഗുരുവായൂർക്ക് വന്നു, തൊഴുതു, തിരിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ഞാൻ ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ലെന്നുള്ള സത്യം. ഈ ഷോയ്ക്ക് ശേഷം അശ്വതി വിളിക്കാറുണ്ട്, പക്ഷെ അശ്വതി ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് വാസ്തവം. പിന്നെ ഞാൻ അശ്വതിയെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ പിന്നെ ഷൂട്ടിലൊക്കെയാണ്. പിന്നെ അശ്വതി വലുതായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. വല്ലപ്പോഴും ഈ സ്റ്റാറ്റസ് കാണുമ്പോഴോ പിന്നെ ആർക്കെങ്കിലും വീഡിയോ എടുത്തു കൊടുക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ നമ്മൾ ബർത്ത്ഡേ വിഷ് അങ്ങനെയൊക്കെ ഈ വിഷസിന് വേണ്ടി അറിയാലോ, ചിലർ വിളിച്ചിട്ട് പറയുന്ന ഒരു വിഷ് പറഞ്ഞിട്ടുണ്ടെ ചേച്ചി, അതെ എന്ന് പറയുന്നത് അത് ഡെയിലി ഉണ്ട് ഓരോരുത്തർക്കും ഓരോ വിഷ്. അപ്പം എന്ന് പറയുന്നത് അശ്വതിയുടെ ഫ്രണ്ട്സിനോ പിന്നെ അശ്വതിയുടെ മോക്ക് വേണ്ടിയൊക്കെ ബർത്ത്ഡേ വിഷ് അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ എന്നെ വിളിച്ചു പറയാറുണ്ട്. അപ്പം ഞാൻ പറ്റുന്നത് എല്ലാം എനിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറ്റുന്ന ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കും. പിന്നെ കുറേ നാൾ ആ കുട്ടിയുടെ വിളിയൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പിന്നെ ഈ കുട്ടിയായിട്ട് എനിക്കൊരു ഡീപ്പ് റിലേഷൻ ഒന്നും ഇല്ലല്ലോ, ഒരു ആരാധിക ഇങ്ങനെ എന്നല്ലാതെ ഈ 2 പ്രാവശ്യം കണ്ടു എന്നല്ലാതെ എനിക്ക് വലിയ ഇതില്ലല്ലോ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ പിക്കിട്ടിട്ട് ചോദിച്ചു, ചേച്ചി കല്യാണം കഴിഞ്ഞോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ എവിടെ ചേച്ചി കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ മെസ്സേജ് ഇട്ടു കല്യാണം കഴിഞ്ഞു, അവളുടെ ബെസ്റ്റൊക്കെ പറഞ്ഞു വെച്ചു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ യമുന തീരയുടെ ഇത് ലിങ്കൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്തപ്പോൾ ഈ കുട്ടി നമ്മുടെ ഗ്രൂപ്പായിട്ട് ഇട്ട് കൊടുക്കുമല്ലോ, ഇട്ട് കൊടുത്തു. അപ്പോൾ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു വലിയൊരു സംഭവം എനിക്ക് പറയാനില്ല ഇവിടെ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആണ് യൂട്യൂബിൽ അശ്വതിയുടെ ഒരു ഫോട്ടോ ആയിട്ട് ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഞാനപ്പോൾ തന്നെ ദേവേട്ടനെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, ദേവേട്ടൻ ഈ കുട്ടി എനിക്ക് അറിയാവുന്ന കുട്ടിയാന്ന് പറഞ്ഞിട്ട് ദേവേട്ടൻ തന്നെ പറയും. അതുകൊണ്ട് പണം കാണിച്ചിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ അറിയാം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, ഒരിക്കൽ എൻ്റെ കൂട്ടത്തിൽ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അത് അസിസ്റ്റൻസ് ആരും കൂടുതലായിരുന്നു.
അപ്പോൾ ഈ കുട്ടിയാണ് അന്നേരം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥകൾ ഇവിടം വരെ എനിക്ക് എന്തോന്ന് മനസ്സിലാവുന്നില്ല, ഇതെന്താ ഈ കുട്ടി കാരണം ഒരിക്കൽ പോലും അങ്ങനൊരു സംശയത്തിന്റെ നിഴലിൽ എനിക്കങ്ങനെ തോന്നുന്നു. നമ്മുടെ അടുത്തൊക്കെ വളരെ പ്ലീസിങ് ആയിട്ടാ പെരുമാറിയിട്ടുള്ളതേ, മനസ്സിലായില്ലേ? ഇപ്പൊ എന്നോട് എനിക്ക് നമ്മളോട് വന്ന് പെരുമാറുന്ന അനുസരിച്ചില്ലേ മറ്റൊരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മളെയൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളാണ് ശരിക്കും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ. സീരിയലായാലും സിനിമയായാലും നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ല, നമ്മൾ ഈ പ്രേക്ഷകരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഇപ്പൊ ഈ യമുന എന്ന് പറയുന്ന വ്യക്തി എത്രയോ പ്രാവശ്യം സിനിമയിൽ നിന്ന് വർഷങ്ങളോളം വിട്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ 1996 സിനിമയിലേക്ക് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ സിനിമയല്ല ഈ അഭിനയം എന്ന ഈ മേഖലയിലേക്ക് വന്ന ഒരാളാണ് 96. ഇപ്പം 2021 ഇന്നും യമുന എന്ന വ്യക്തിയെ ഈ പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളോടുള്ള സ്നേഹവും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ കാണിക്കുന്ന സത്യസന്ധമായ ഇടപെടലുമായിരിക്കാം. ഞാൻ എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ശരി, എൻ്റെ പബ്ലിക്കിനോടായാലും ഞാൻ എന്താണോ പേഴ്സണലി യമുന എന്താണോ അങ്ങനെ തന്നെ പെരുമാറുന്ന ഒരാളാണ്. ഒരു ഇന്റർവ്യൂവിന് ഒരാൾക്കാർ വന്നിരിക്കുമ്പോൾ പോലും ഞാനല്ലാതെ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഇത് തന്നെയാണ്. അതെ, കുറച്ചുകൂടെ മേക്കപ്പ് എന്നെ പലരും പറയുന്ന ഒരു കാര്യം, ചേച്ചി ഇന്റർവ്യൂവിനൊക്കെ കയറി ഇത്തിരിയെങ്കിലും ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഇരുന്ന് 10 പേര് കാണുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പലരും പറയുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ വന്നിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എനിക്കെന്തോ ഒരു അരോചകം പോലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി മേക്കപ്പ് ഇടും എന്നല്ലാതെ പേഴ്സണൽ ലൈഫിൽ ഒരു മേക്കപ്പ് ഇട്ടിട്ടുള്ള ഒരു സംഭവത്തിനോട് എനിക്ക് ഞാൻ അല്ല. എൻ്റെ ആകെ ഒരു കുളിപ്പിന്നലും ഒരു പൊട്ടും കുത്തി ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് ഇത്രേ ഉള്ളൂ. അവിടെ എൻ്റെ മേക്കപ്പ് തരും. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു അമ്പലത്തിൽ പോകുമ്പോഴായാലും കൂടിയും എൻ്റെ ആ രീതി അതാണ്. അല്ലെ യശോദയെ പരിചയപ്പെട്ട സമയത്ത് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ ആളുകളെ അറിയാം അവരെ പരിചയപ്പെടുത്തി തരട്ടെ എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായി പറയണേ, എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എന്നെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ഈ സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് ഞാനും മക്കളും കൂടെ ഉള്ള ഫോട്ടോസ്, അതറിയാലോ ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നത് എൻ്റെ മക്കളുടെയും ഫോട്ടോസ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ വിളിച്ചിട്ട് യോ ചേച്ചി നല്ല ഫോട്ടോസ് ആമി ചേച്ചിയെ പോലിരിക്കുകയാണ്, ആശു എന്തൊരു കുട്ടിത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലി ടോക്ക് എന്നതല്ലാതെ വേറൊരു സീരിയസ് വിഷയത്തിനെ കുറിച്ച് ഈ കുട്ടി വിളിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. ബിസിനസിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. അല്ല, ഈ പത്രത്തില് അല്ല ഈ അടുത്ത കാലത്ത് ഫോട്ടോസ് ഒക്കെ വന്നപ്പോൾ അതിനെ വിളിച്ച് ചോദിക്കാൻ ശ്രമിച്ചു? ഇല്ല. ഇതിപ്പോ ഒരാഴ്ച മുന്നേ അല്ലേ ഞാൻ കണ്ടത്. ഞാൻ ചേട്ടനോട് കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തില്ല. ഇതെന്താ സംഭവം എന്ന് അറിയാമല്ലോ. അപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ നോട്ട് ചെയ്തതും ഈ സംഭവം ഇങ്ങനെ അറിയുന്നതും ഒക്കെ. അപ്പോഴും ഇത് എനിക്കങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രത്യേകിച്ച് അല്ല, എന്നോട് അല്ലാതെ പറഞ്ഞപ്പം അല്ല ഇതുപോലൊക്കെ വന്ന കുട്ടിയാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സിനിമയിലോ സീരിയലിലോ ഒക്കെ നിൽക്കുന്ന ആളുകളാകുമ്പം അറിയാം, ആയിരക്കണക്കിന് ആരാധകർ ഉള്ള ഈ 3.5 കോടി ആളുകളുണ്ടെങ്കിൽ 3 കോടി ആളുകളും അവരുടെയൊക്കെ ആരാധകരായിരിക്കും. അപ്പോൾ എല്ലാവരും ചെന്ന് എല്ലാവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമാതിരി മമ്മൂക്കായും ലാലേട്ടനൊക്കെ ഉൾപ്പെട്ട എല്ലാവരും തന്നെ ഒരാൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷമയോട് കൂടി എന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ തന്നെ ചേട്ടനറിയോ, ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി നമ്മുടെ മരുതൻകുഴി മാർക്കറ്റിലാണ് പോകുന്നത്. ചേട്ടനറിയാലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്നില്ല. അവിടെ എല്ലാവരുമായിട്ടും പരിചയം. അവിടെ എൻ്റെ മക്കളുടെ അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ കൊച്ചുമോക്ക് കോളേജ് എൻ്റെ ഒരു ക്യാരക്ടർ അറിയാമല്ലോ, ഈ ചെറിയ ഈ സോഷ്യൽ സർവീസ് പരിപാടികളും ഒക്കെ ഉള്ളത്. ആ അമ്മ എന്നെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ആമിയുടെ കുറേ ഡ്രസ്സ് ഞാൻ എല്ലാം കൂടെ കൊണ്ട് കൊടുത്തു. കോളേജിൽ പോകാൻ വേണ്ടി ഇടാൻ ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പം എല്ലാവരുമായിട്ടും നമ്മളൊരു എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പറ്റുന്നതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിപ്പം നമുക്കിപ്പം ജനങ്ങളെ അറിയിക്കാനോ നമുക്ക് പേരെടുക്കാനോ ഒന്നുമല്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം. എൻ്റെ ഒരു ക്യാരക്ടർ യമുനയുടേതായ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. യമുനയ്ക്ക് അറിയാം ഏത് ലിമിറ്റിൽ എവിടെ നിർത്തണോ ആരെയെന്നും. ഇത്രയും വർഷമുണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രി നിൽക്കുകയല്ലേ ചേട്ടാ. എത്രയോ സിനിമകൾ അഭിനയിച്ചു. അതിൽ മിക്കവാറും സിനിമകൾ സൂപ്പർ ഹിറ്റുകളാണ്. എല്ലാ സൂപ്പർ സ്റ്റാറിൻ്റെയും കൂടെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ജനറേഷനിൽ ഇറങ്ങിയ ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞൊരു വ്യക്തിയാണ്. അതും ക്യാരക്ടർ റോൾസ്. മീശ മാധവനിലെ ക്യാരക്ടറും
ദിലീപിന്റെ ചേട്ടത്തി സിന്ധു എന്നുള്ള ക്യാരക്ടർ, പട്ടണത്തിൽ സുന്ദരനിലെ അനീഫയ്ക്കയുടെ വൈഫ് സരസ്വതി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടറൊക്കെ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന. കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് വരെ ആളുകൾ പറഞ്ഞിട്ട് തന്നെ ഇതാക്കുന്നുണ്ട്. അതുപോലെ എത്രയോ സിനിമകൾ, ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമകളിൽ പ്രജയായാലും ശരി, ഉസ്താദായാലും ശരി, പിന്നെ ശ്രദ്ധയായാലും ശരി, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച പല്ലാവൂർ ദേവനാരായണനായാലും ശരി, സ്റ്റാലിൻ ശിവദാസ്, ഇപ്പൊ ഓരോന്നായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കൊച്ചു സന്തോഷങ്ങൾ, ജയറാമേട്ടൻ്റെ കൂടെ ആയാലും ശരി, ചാക്കോച്ചൻ്റെ കൂടെ ആയാലും എത്ര പടം, അങ്ങനെ ചന്ദ്രനുദിക്കുന്നെങ്കിൽ കാവ്യ ഞാനും കൂടെ ഉള്ള അടുപ്പം, ദിലീപേട്ടനും ഞാൻ എല്ലാവരുമായിട്ടും നമ്മൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പേരോടൊപ്പം വർക്ക് ചെയ്ത്, അപ്പം എല്ലാവരും ആയിട്ട് ഒരു സൗഹൃദം എനിക്കുണ്ട്. അതെ, എന്നെ മാത്രം പെടുത്തി. അതും നമുക്കറിയില്ലല്ലോ ഏട്ടാ ഇതിൻ്റെ അകത്ത് പിന്നാമ്പുറം എന്താന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇതിങ്ങനെ ചർച്ചകളൊന്നും നമുക്കറിയില്ല, ശരിക്കും ഇതെന്താന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതാണ് എന്റെ വാസ്തവം ഇപ്പോഴും നമുക്കറിയില്ല. ഈ കുട്ടി ഇവർ പറയുന്ന പോലെ ഹണി ട്രാപ്പുകാരിയാണോ? ഒരുപക്ഷെ ആയിരിക്കാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. പക്ഷേ അബുവിനെ സംബന്ധിച്ചോളം ആ കുട്ടി ഒരുവിധ അങ്ങനെയുള്ള യാതൊരുവിധ നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കിപ്പോ പറയാനുള്ളത്. ഇപ്പൊ ഒരാളിപ്പം എല്ലാരെയും ട്രാപ്പിൽപ്പെടുത്താൻ വന്നാലേ നമുക്കത് പറയാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ നമ്മളെ സ്നേഹിക്കുന്ന ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും ഹണി ട്രാപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ കേട്ടോ? ഒരിക്കലും. അല്ലെങ്കിൽ നമ്മളോട് സമീപിക്കുന്ന എല്ലാ പുരുഷന്മാരും പെൺവാണിഭം നടത്തുന്നവരാന്ന് പറയാൻ പറ്റുമോ? എത്രയോ പുരുഷന്മാർ, അല്ല എത്രയോ പുരുഷന്മാർ എൻ്റെ കൂടെ വന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചേട്ടനറിയാമല്ലോ, വന്നതിനൊന്ന് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കും. ദേവേട്ടൻ തന്നെയാണ് ഫോട്ടോ എടുത്തവർക്ക് കൊടുക്കുന്നത്. ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയത്, മറ്റേ പാപ്പനംകോട്, നമ്മളൊരു കാര്യമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പം കടകൾ നോക്കി വന്നപ്പോൾ ഒരു കൊച്ചു കടയാണ് കണ്ട. ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചു. അവിടുത്തെ ചേച്ചിമാർക്കെല്ലാം അവിടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണർ വന്നു, ഒരു പയ്യൻ. ആ ഹോട്ടലിന്റെ പേരെന്തായിരുന്നു? ചങ്ങാതീസ്. അതെ, ചങ്ങാതീസ് എന്ന ഹോട്ടൽ. അപ്പം ആ ഓണർക്ക് പറഞ്ഞു, ചേച്ചി ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ ഈ ഹോട്ടലിനെ കുറിച്ചൊന്ന് എടുത്തു തരുമോ ചോദിച്ചു. അപ്പം എനിക്കത് നോ പറയാൻ തോന്നിയില്ല. കാരണം എന്നെക്കൊണ്ട് ഒരു ഹെൽപ്പ് ആ പയ്യന് കിട്ടുകയാണെങ്കിൽ, ആ പയ്യന്റെ കടയ്ക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ ഒരു നല്ല കാര്യമില്ലേ? നമ്മുടെ ഒരു 2 വാക്ക് കൊണ്ട് ഒരാൾക്ക് ഒരു നന്മ കിട്ടുകയാണെങ്കിൽ എന്നേ ചിന്തിച്ചോളൂ. ദേവേട്ടൻ തന്നെയാണ് ആ പയ്യന്റെ ക്യാമറ മേടിച്ച് ഷൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് നന്നായിട്ട് അപ്പൊ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ആ പയ്യൻ വല്ല ഗുണ്ടയാണോ അല്ലെങ്കിൽ പെൺവാണിമത്തിന്റെ സംഘത്തിന്റെ തലവനാണോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയോ? നാളെ ഈ പത്രത്തിൽ കാണുമ്പോൾ യമുന കൂടെ ഇന്ന് ഫോട്ടോ എടുത്തത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്ത്രീകൾ, മലയാളി പ്രേക്ഷകർക്ക് അതെല്ലാം അറിയാം. അതായത് പിന്നെ പ്രേക്ഷകർക്ക് താരങ്ങളോട് കുറച്ചൊക്കെ ആരാധനയുണ്ടെന്നും ഇഷ്ടമുണ്ടെന്നും. അപ്പം അവർ താരങ്ങളെ എല്ലാം തന്നെ, ഞാൻ വലിയ ഇവിടുത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ മുതൽ ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് ഒരു ആരാധകരുണ്ട്. അവരെല്ലാം ചോദിച്ചാൽ ഒരു സെൽഫിക്ക് നിന്ന് കൊടുക്കാത്ത ആരെയും ഇതുവരെ ഞാൻ എൻ്റെ പരിധി കണ്ടിട്ടില്ല. അതുപോലെ ദേവേട്ടന് തന്നെ ഒരു അനുഭവം ഇല്ലേ? ദേവേട്ടൻ നമ്മുടെ ഡയറക്ടർ ടി കെ രാജീവ് കുമാർ സാറിന്റെ വൈഫ് ലത ചേച്ചി ഫ്രണ്ടാണ്. ലത ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങളൊരു സംഘടന ഇവിടെ ജുവനൈൽ ഹോമിൽ നടത്തിയില്ലേ? അതൊന്ന് പറയും. ശരിയാണല്ലോ, അന്ന് പിന്നെ അവിടെ കുറേയധികം കുട്ടികളുണ്ടായിരുന്നു ജുവനൈൽ ഹോമിൽ. അതെ, അപ്പൊ ഈ ജുവനൈൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് അവരെ പൂജപ്പുരയുള്ള ഒരു ഹോമിലാണ് ഈ കുട്ടികളെല്ലാം പാർപ്പിച്ചിരിക്കുന്നത്. അന്ന് ഞങ്ങളവിടെ അങ്കൂർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി, ഒരു മെന്ററിങ് പ്രോഗ്രാം. അതായത് ഈ കുട്ടികളുടെ വെൽഫെയർ നേരിട്ട് പോയി കാണുക, അത് വിലയിരുത്തുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വളരെ പ്രകടമായ വ്യത്യാസമുണ്ട്. ഒരുത്തൻ മാത്രം പഠിക്കത്തില്ല, നല്ല ബ്രില്യൻ്റ് ഒരു പയ്യൻ, പക്ഷെ അവൻ പഠിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ചാടി പോകാൻ ശ്രമിക്കുക അങ്ങനെ. അപ്പോൾ അവനോട് അവസാനം നമ്മൾ മടുത്തിട്ട് ചോദിച്ചു, എന്ത് തന്നാൽ നിനക്കൊന്ന് നന്നാവും? അപ്പോൾ അവൻ പറഞ്ഞു, ലാലേട്ടനെ കാണിച്ചു തരാമോ? ലാലേട്ടനെ പരിചയപ്പെട്ടാൽ ഞാൻ നാളെ വന്ന് നന്നായിക്കോളാം. അപ്പോൾ ഞാനത് ലതയോട് പറഞ്ഞു, ടി കെയോട് പറഞ്ഞു, എന്താണ് മാർഗം? അപ്പോൾ അന്ന് ട്രിവാൻഡ്രത്ത് ഷൂട്ടുണ്ടായിരുന്നു. ടി കെ രാജീവ് കുമാർ അന്ന് തന്നെ ലാലേട്ടനോട് സംസാരിച്ച് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് അവർ രണ്ടുപേരും കൂടെ ഈ സ്ഥലത്ത് ജുവനൈൽ ഹോമിലെത്തി. ഈ പയ്യനോട് പറഞ്ഞു, ലാലേട്ടൻ നേരിട്ട് പറഞ്ഞു, കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ, ഇനി നന്നായിട്ടൊക്കെ പഠിച്ചോണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മുഖം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ബിഹേവിയർ ആയതിനു ശേഷം. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി 10,000 കുട്ടികൾ ഒരു കുട്ടിക്ക് വേണ്ടി ഷൂട്ട് നിർത്തി. അവിടെ ടി കെ രാജീവ് കുമാറും മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും കൂടെ അവിടെ വന്നു.
അപ്പോൾ അതുപോലുള്ള നല്ല മനസ്സുകളുടെ ഉടമകളും കൂടാണ് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ. അവർ പല സമയത്തും ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിൽ അവരുടെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടും വരാറുണ്ട്. പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്നവരെല്ലാം എല്ലാവരും നല്ലവരാണെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല ഏട്ടാ. എങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വരുന്നവരെ ചെകഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഏട്ടാ. ഇപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ പറ്റില്ല, മാറി നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരാണ് നമ്മുടെ ശക്തി, നമ്മൾ നിലനിൽക്കുന്ന അവർ കാരണമാണ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ സർവീസിന്റെ ഭാഗമായി തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ അപ് ടു ഡേറ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഞാൻ ഇടാറുണ്ട്. ആർക്ക് വേണമെങ്കിലും അതിൽ നോക്കി എല്ലാം കാണാം. ഇപ്പം തന്നെ ഈ കൊറോണ സമയത്ത് ഈ നമ്മുടെ ഓട്ടിസം കുട്ടികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പിന്നെ വിർച്വൽ മീഡിയ വഴിയാണ് അത് കണ്ടക്ട് ചെയ്തത്. ഞാൻ തന്നെ ആ പ്രോഗ്രാം തീരുന്നത് വരെ എന്താ പറയുക, A to Z ഞാൻ ആ പ്രോഗ്രാം തീരുന്നത് വരെ ഇരുന്ന് ജനഗണമന പറഞ്ഞ് തീർന്നാണ് അവിടെ അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് എണ്ണിച്ചത്. എൻ്റെ വീട്ടിലെ ജോലികളും എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഇരുന്നു. അവരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. ഞാനതിൽ അവരോടൊപ്പം ഇരുന്നിട്ട് ഓരോ പ്രോഗ്രാമും ഓരോ കുട്ടികൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഒരു വാക്കൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അപ്പം നമ്മളൊക്കെ ഇതൊരു സോഷ്യൽ പ്രതിബദ്ധതയാണെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഇതുകൊണ്ട് വേറൊന്നുമല്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. കാരണം ഞാൻ ഇവരുടെ ഓരോ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ ഈ കുട്ടികൾ എന്താ മുകളിൽ ഞാൻ വെച്ചിട്ടില്ല ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. അത് ഈ ഒരു കുട്ടി, ഈ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി എനിക്ക് വേണ്ടി ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ചെയ്ത് ആ കുട്ടി വെച്ച സാധനമാണ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് എടുത്ത് തന്നത്. ഞാൻ ഇന്നും അത് എനിക്കൊന്ന് 3 വർഷം മുന്നേ എനിക്ക് തന്നതാണ്. 3-4 വർഷമായി. ഇപ്പോഴും ഞാൻ എൻ്റെ ഷോക്കേസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അതൊക്കെ. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ജനങ്ങളോട് ഇടപെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ല, എന്തായാലും ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അവരെല്ലാം മോശക്കാരാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും അവരവരുടെ കുടുംബങ്ങൾ പോറ്റാൻ വേണ്ടി ജോലി ജീവിക്കുന്ന സത്യസന്ധരായിട്ടുള്ള മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്. അപ്പോൾ അവരാരെങ്കിലും ഒരു കഥാപാത്രത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്നേഹം കൊണ്ടോ ഒരു ഫോട്ടോ എടുക്കാൻ തന്നാലോ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചോദിച്ചാലോ ഒരു ദിവസം വന്ന് കൂടെ താമസിച്ചാലോ ഒരപകടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇടയ്ക്ക് there may be a bad apple, but how do we know that? അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ എന്താണെന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ എന്നും ഓപ്പണായി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെന്നെ അറിയാവുന്ന എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കളും എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന് മുന്നേയും പല കാര്യങ്ങളും എന്നോട് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുമ്പോഴും അതിൻ്റെ വ്യക്തമായ ഉത്തരം നേരിട്ട് ഞാൻ കൊടുക്കാറുള്ളതാണ്. ഒന്നും ഞാൻ ഒളിച്ചു വെച്ചിട്ടില്ല, നേരിട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ്, അത്രേ ഉള്ളൂ ഞാൻ. അപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹവും എന്താ പറയുക റെസ്പെക്റ്റും തന്നെയാണ് എന്നെ ഇന്നും യമുനയായി നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, എൻ്റേതായ ഞാനൊരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കടക്കുകയില്ല, ഒരാളെ ആ ലൈനിനകത്തേക്ക് ഞാൻ കടത്താറുമില്ല. അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കുഴപ്പമില്ല, അത് എന്നെ വ്യക്തമായി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം. കുഴപ്പമില്ല. അപ്പോ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യമായി എന്നെ നേരിട്ട് വിളിക്കാം. വ്യക്തമായ ഉത്തരങ്ങൾ ഞാൻ അവർക്ക് നൽകുന്നതായിരിക്കും. ഇത്ര എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ പോലെ 3 നൈറ്റ് ഉറങ്ങാൻ പോലും പറ്റിയില്ല. 3 നൈറ്റ് ഉറങ്ങാവൂ. ഒരു നൈറ്റ് മാത്രം ഉറങ്ങി, 2ാമത്തെ നൈറ്റ് ഉറങ്ങിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെന്ന എടുപിടിയും പാക്കിങ്ങും കുളിയും ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോകാനുള്ളതായിരുന്നു. അപ്പൊ എനിക്കിതേ പറയാനുള്ളൂ. ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയയില് ഒരു അലിഗേഷൻ സ്ഥാപിക്കപ്പെട്ട ഒരു കുട്ടിയെ നേരിട്ട് മുൻപ് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇനി വരുന്ന നാളുകളിൽ ഇതിനും ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകർ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ ആരാധിക്കുന്ന ആളോ അങ്ങനെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് കൊടുക്കണം.
ഉറപ്പായിട്ടും എടുത്തു കൊടുക്കും. അല്ലാതെ ഇതുകൊണ്ട് ഇനി പിന്നെ പൊതുജനങ്ങളിൽ അകന്നു നിൽക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, പൊതുജനങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാൻ ചിന്തിക്കുന്നുമില്ല. ഞാനെന്നും പൊതുജനങ്ങളോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ യു നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാത്തു സൂക്ഷിക്കുക, നിങ്ങളുടെ തനിമ കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് അമ്മു ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്നെ അറിയാവുന്നവർക്ക് അതാണ് എന്നെ അറിയാം, അത്രമാത്രം. ബൈ.